അപ്പോൾ നമ്മളിന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ക്വസ്റ്റ്യനിൻ്റെ ടെക്നിക്സിനെ പറ്റിയിട്ടാണ്. അപ്പോൾ അധ്യാപനത്തിലെ ക്വസ്റ്റ്യനിങ്ങിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അപ്പോൾ കുട്ടികളോട് ചോദ്യം ചോദിക്കുന്നതിലൂടെ ഒരു ടീച്ചർക്ക് പല കാര്യങ്ങളും അവരെക്കുറിച്ച് അറിയാനായിട്ട് പറ്റും. മാത്രമല്ല ക്ലാസ്സിലെ കുട്ടികളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്താനായിട്ട് ക്വസ്റ്റ്യനിങ്ങിലൂടെ സാധിക്കും. അതുപോലെ തന്നെ എന്താ പറയുക, കുട്ടികൾക്ക് പ്രത്യേക മേഖലകളിലെ ഇപ്പം എന്താ പറയുക, ഇപ്പോൾ ഗണിതത്തിലായിരിക്കാം അല്ലെങ്കിൽ സയൻസിലായിരിക്കാം ഉള്ള പ്രത്യേക കഴിവുകൾ, അതുപോലെ അവരുടെ അറിവുകൾ അത് എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് ചോദ്യം ചോദിക്കുന്നതിലൂടെ അറിയാനായിട്ട് പറ്റും. പിന്നെ അവരുടെ ഇൻട്രസ്റ്റുകളൊക്കെ എങ്ങോട്ടേക്കാണെന്ന് നമുക്കറിയാനായിട്ട് പറ്റും ചോദ്യം ചോദിക്കുന്നതിലൂടെ. അതുപോലെ തന്നെ നമുക്ക് ചോദ്യം ചോദിക്കുന്നതിലൂടെ കുട്ടികളുടെയും വിദ്യാർത്ഥികളുടെയും ടീച്ചറിൻ്റെയും മനസ്സിലുള്ള കാര്യങ്ങൾ ഒരുമിച്ച് കൊണ്ടുവരാനായിട്ട്, ഇപ്പോൾ ടീച്ചറുടെ ഒരു എന്താണോ മനസ്സിലുള്ളത്, എന്തിലേക്കാണോ കൊണ്ടെത്തിക്കാനായിട്ട് ശ്രമിക്കുന്നത് അതിലേക്ക് ചോദ്യത്തിലൂടെ എത്തിക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക, അവരുടെ ചിന്താശേഷി, ഇപ്പോൾ ചോദ്യങ്ങൾ ചോദിക്കുമ്പം അവർ ചിന്തിക്കും, എന്തുകൊണ്ടാണ് അങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ അവരതിനെപ്പറ്റി ചിന്തിക്കും. അവരുടെ ചിന്താശേഷി ഒന്നും കൂടി ആഴത്തിലുള്ളതാക്കാനായിട്ട് ഈ ചോദ്യം ചോദിക്കുന്നതിലൂടെ നമുക്ക് സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ക്വസ്റ്റ്യനിങ്ങിനെ ഒരു യൂണിവേഴ്സൽ ടീച്ചിങ് സ്ട്രാറ്റജി എന്ന് പറയാം. അതായത് സാർവത്രികമായിട്ടുള്ള ഒരു അധ്യാപന രീതിയെന്ന് നമുക്ക് ക്വസ്റ്റ്യനിങ്ങിനെ പറയാനായിട്ട് സാധിക്കും. പിന്നെ ക്വസ്റ്റ്യനിങ് എന്തൊക്കെയാണ്, ചോദ്യം ചോദിക്കുന്നതിൻ്റെ ഉദ്ദേശങ്ങൾ. കുട്ടികളോട് ചോദ്യം ചോദിക്കുന്നതിന് പല ഉദ്ദേശങ്ങളുണ്ട്. അതായത് നമ്മൾ ചോദ്യം ചോദിക്കുമ്പം എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് ഇപ്പം അവർക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്നത്, അതായത് ഇപ്പോൾ ഒരു കാര്യം ചെയ്യാനായിട്ട് എന്തുകൊണ്ടാണ് അപ്പോൾ അത് ചെയ്യാൻ പറ്റാത്തത്, അപ്പോൾ അത് ചെയ്യുന്നതിനുള്ള അവരുടെ ബുദ്ധിമുട്ടുകൾ നമുക്ക് അറിയാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ചോദ്യം ചോദിക്കുമ്പോൾ ഡെവലപ്പിംഗ് അപ്രിസിയേഷൻ അല്ലേ, ചോദ്യം ചോദിക്കുമ്പോൾ അവർക്ക് ആ ഒരു ഉത്തരം ലഭിക്കുകയാണെങ്കിൽ നമ്മൾ അവരെ അപ്രിഷ്യേറ്റ് ചെയ്യും. അപ്പോൾ അവർക്ക് ഒന്നും കൂടി കോൺഫിഡൻ്റായിട്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനൊക്കെയുള്ളൊരു ഇത് ലഭിക്കും. അതുപോലെ തന്നെ മുന്നേ നമ്മൾ പഠിച്ച പാഠങ്ങൾ അവർക്ക് മനസ്സിലായിട്ടുണ്ടോ, അതവർ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ അറിയാനായിട്ട് ചോദ്യം ചെയ്യുന്നതിലൂടെ നമുക്ക് പറ്റും. അതുപോലെ തന്നെ ക്ലാസ്സിൽ കുട്ടികൾ ശ്രദ്ധാപൂർവം അറ്റൻറ്റീവായിട്ട് ഇരിക്കാനായിട്ട്, ഒന്നിടയ്ക്ക് ക്ലാസ് എടുക്കുമ്പോൾ ഒന്നിടയ്ക്ക് എടുത്തു പോയ ഭാഗത്തെക്കുറിച്ചൊന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരൊന്നുകൂടി ശ്രദ്ധയോടെ ടീച്ചർ ചോദിക്കുമെന്നൊരു ചിന്ത അവരുടെ മനസ്സിൽ ഉണ്ടാകും. അതുപോലെ തന്നെ ചോദ്യം ചോദിക്കുമ്പോഴാണ് അവരെന്നുകൂടി ചിന്തിക്കുക, അതുപോലെ തന്നെ പുതിയ പുതിയ വഴികൾ കണ്ടെത്തുക. അതൊക്കെ ചോദ്യം ചോദിക്കുന്നതിലൂടെയാണ് ഉരുത്തിരിഞ്ഞ് വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ക്വസ്റ്റ്യനിങ്ങിൻ്റെ ഒരു പർപ്പസ്, ഇതൊക്കെയാണ്. അതുപോലെ തന്നെ നമുക്ക് പലതരത്തിലുള്ള ചോദിക്കുന്ന രീതികളുണ്ട്. അത് 4ആയിട്ടാണ് പ്രധാനമായിട്ട് തിരിച്ചേക്കുന്നത്. ഒന്നാണ് കൺവെർജൻ്റ് സ്ട്രാറ്റജി, രണ്ടാമതാണ് ഡൈവർജൻ്റ്, മൂന്നാമതാണ് ഇവാലുവേറ്റീവ്, നാലാമതാണ് റിഫ്ലക്റ്റീവ്. ഇനിയും കാറ്റഗറീസ് ഉണ്ട്. അപ്പോൾ മെയിനായിട്ട് ഈ 4 അപ്പോൾ കൺവെർജൻ്റ് ക്വസ്റ്റ്യനിങ് ടെക്നിക് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൺവെർജൻ്റ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇങ്ങനെ ചോദ്യം ചോദിക്കുമ്പോൾ കുട്ടികളിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് വളരെ ചെറിയ പ്രതികരണങ്ങളായിരിക്കും. കുറേ നീണ്ട പ്രതികരണങ്ങളല്ല, ചെറിയ പ്രതികരണങ്ങൾ. അതുപോലെ തന്നെ എന്താ പറയുക, അവരുടെയൊക്കെ മനസ്സിലായോ, എടുത്ത കാര്യങ്ങൾ മനസ്സിലായോ എന്നൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കൺവെർജൻ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനിങ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു സെൻട്രൽ തീമിലേക്ക് അവരെ ഫോക്കസ് ചെയ്താണ്, ആ പേരിൽ തന്നെയുണ്ട് കൺവെർജ് ചെയ്ത് കൊണ്ടുവരാനായിട്ട്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനിങ് ഉപയോഗിക്കുക. അതുപോലെ തന്നെ കൺവേർജൻ ടൈപ്പ് ക്വസ്റ്റ്യനിങ് ചെയ്യുമ്പം അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിന് ഒരു സിംഗിൾ റൈറ്റ് ആൻസറേ ഉണ്ടാവുള്ളൂ. ആ ആൻസറാണ് ടീച്ചർ കുട്ടിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ഇപ്പം ഏത് ടെമ്പറേച്ചറിലാണ് വാട്ടർ ബോയിൽ ചെയ്യുന്നത്, അപ്പോൾ അതിനൊരു എക്സാക്റ്റ് ആയിട്ടുള്ളൊരു ആൻസർ ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് കൺവെർജൻ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയാം. ഓക്കെ, ഇനി നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനിങ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഡൈവർജൻ്റ് സ്ട്രാറ്റജിയാണ്. ഇവിടെ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ പറയുക,
കൺവെർജൻറ്റിൻ്റെ പോലെ ഷോർട്ട് റെസ്പോൺസസ് അല്ല നമ്മൾ പ്രതീക്ഷിക്കുന്നത്, ഒന്നുകൂടിയും ലോങ് ആയിട്ടുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള റെസ്പോൺസസ് ആണ് നമ്മൾ കുട്ടികളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഡൈവേർജൻറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റനിങ് നമ്മൾ എപ്പോഴാണ് ചൂസ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു പ്രോബ്ലത്തിനൊരു സൊല്യൂഷൻ കിട്ടണം, ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള സൊല്യൂഷൻ കിട്ടണം, അതുപോലെ കുട്ടികളുടെ അതിനെക്കുറിച്ചുള്ള അഭിപ്രായം അറിയണം. അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഡൈവേർജൻറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റനിങ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളൊരിക്കലും ടീച്ചേഴ്സ് അതിൽ എന്ത് ചെയ്യാൻ പാടില്ല, കുട്ടികളോട് ആൻസർ ചെയ്യുമ്പോൾ ഇൻ്റർഫിയർ ചെയ്യാൻ പാടില്ല, അവരുടെ ഒപ്പീനിയനാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ അതാണ് ഡൈവേർജൻറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റനിങ്ങിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ലോങ് റെസ്പോൺസസ് ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്, അതുപോലെ തന്നെ ഒന്നുകൂടി ക്രിയേറ്റീവായിട്ടുള്ള പ്രതികരണങ്ങളാണ് ഇതിൻ്റെ ആൻസേഴ്സായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുക. ഡൈവേർജൻറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റനിങ് നമ്മൾ എടുക്കുമ്പോൾ ഒരിക്കലും സ്റ്റുഡൻസിന് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, അവരെ നമ്മൾ കൺട്രോൾ ചെയ്യാനായിട്ട് പാടില്ല, അവരുടെ ഫ്രീ റെസ്പോൺസസ് ആണ് വരേണ്ടത്. അതാണ് ഡൈവേർജൻറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റനിങ്ങിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഒന്നുകൂടി കുട്ടികളുടെ വൈഡ് റെസ്പോൺസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതി നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി അടുത്തൊരു രീതി എന്ന് പറയുന്നത് ഇവാലുവേറ്റീവ് ടൈപ്പ് ഓഫ് ക്വസ്റ്റനിങ് ആണ്. ഇവാലുവേറ്റീവ് സ്ട്രാറ്റജി ഓഫ് ക്വസ്റ്റനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ബേസ്ഡ് ഓൺ ഇതെന്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ്, നമ്മൾ മുന്നേ പറഞ്ഞ ഡൈവേർജൻറ്റ് ക്വസ്റ്റനിങ് സ്ട്രാറ്റജീനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ്. ഇവിടെ എന്ന് പറയുമ്പോൾ ഒരു വ്യത്യാസമുള്ളൂ, ഡൈവേർജൻറ്റ് സ്ട്രാറ്റജിയും ഇവാലുവേറ്റീവ് സ്ട്രാറ്റജിയും തമ്മിലൊരു വ്യത്യാസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ ഒരു ആഡഡ് കമ്പോണൻ്റ് ഉണ്ട്, അതാണ് ഇവാലുവേഷൻ. അതായത് നമ്മൾ ചോദിക്കുമ്പോൾ വെറുതെ ഡൈവേർജൻറ്റ് ക്വസ്റ്റ്യൻ അങ്ങനെയല്ല ചോദിക്കുക, എന്തുകൊണ്ടാണ് ഒരു ക്രൈറ്റീരിയ ഉണ്ടായിരിക്കും, എന്തുകൊണ്ടാണ് ഇത് അതിനേക്കാൾ നല്ലത്, എന്തുകൊണ്ടാണ് ഇത് പ്രധാനപ്പെട്ടതായിരിക്കുന്നത് മറ്റേതിനേക്കാളും, എന്തുകൊണ്ടാണ് ഇത് മോശമായിരിക്കുന്നത്, എന്തുകൊണ്ടാണ് അത് നല്ലതായിരിക്കുന്നത്, അങ്ങനെ ഒരു ഇവാലുവേറ്റീവ് ക്രൈറ്റീരിയയും കൂടി നമ്മൾ ഡൈവേർജൻറ്റ് ക്വസ്റ്റ്യൻ്റെ കൂടെ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഇവാലുവേറ്റീവ് ക്വസ്റ്റ്യനായിട്ട് മാറാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു കാര്യം പറയാം, എല്ലാ ഇവാലുവേറ്റീവ് ക്വസ്റ്റ്യൻസും ഡൈവേർജൻ്റ് ആണ്, പക്ഷേ എല്ലാ ഡൈവേർജൻറ്റ് ക്വസ്റ്റ്യൻസ് എന്തല്ല, ഇവാലുവേറ്റീവ് അല്ല എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. അപ്പോൾ ഇവാലുവേറ്റീവ് സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു ഇവാലുവേറ്റീവ് ഒരു കമ്പോണൻ്റ് അതിൻ്റെ കൂടെ ഉണ്ടായിരിക്കും, അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് ഉള്ള ഒരു ഏറ്റവും അവസാനത്തെ 4ാമത്തെ ക്വസ്റ്റ്യനിങ് സ്ട്രാറ്റജിയാണ് റിഫ്ലക്റ്റീവ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അത് നമുക്ക് നോക്കാം. റിഫ്ലക്റ്റീവ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനിങ് എന്ന് പറയുമ്പം അതും ഒരു ടൈപ്പ് ഓഫ് ഡൈവേർജൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ വ്യത്യാസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് കുട്ടികളിൽ ഹൈ ഓർഡർ തിങ്കിങ് ഉണ്ടാക്കും, അതായത് ഒന്നും കൂടി ഉന്നത നിലവാരത്തിൽ ചിന്തിക്കാനായിട്ട് കുട്ടികളെ സഹായിക്കുന്ന ഒരു തരം ചോദ്യോത്തര രീതിയാണ് എന്ന് പറയുന്നത് ഈ റിഫ്ലക്റ്റീവ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനിങ് എന്ന് പറയുന്നത്. അപ്പം അതുവഴി അവർക്ക് എന്താ പറയുക, ഒരു കാഴ്ചപ്പാട് അതിനെ ഒന്നും കൂടി വൈഡായിട്ട് അവരതിനെ വീക്ഷിക്കും. അതുപോലെ തന്നെ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ, അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എന്തൊക്കെ ഇമ്പാക്റ്റാണ് ഉണ്ടാവുക, പിന്നെ അതുപോലെ തന്നെ എന്തൊക്കെ കോൺസിക്വൻസസ് ആണ് ഉണ്ടാവുക, അങ്ങനെ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാനായിട്ട് റിഫ്ലക്റ്റീവ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് സഹായിക്കുന്നുണ്ട്. ഇതൊരു ടൈപ്പ് ഓഫ് ഡൈവേർജൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ ഇങ്ങനെ കുട്ടികളിൽ ഹൈ ഓർഡർ തിങ്കിങ് ഉണ്ടാക്കാനായിട്ട് സഹായിക്കുന്ന തരം ഒരു ക്വസ്റ്റ്യൻ ആണ് എന്ന് പറയുന്നത് റിഫ്ലക്റ്റീവ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ മെയിനായിട്ടുള്ള ക്വസ്റ്റ്യനിങ് ടെക്നിക്സ് നമ്മൾ പറഞ്ഞു, കൺവേർജൻറ്റ്, ഡൈവേർജൻറ്റ്, അതുപോലെ തന്നെ ഇവാലുവേറ്റ്, റിഫ്ലക്റ്റീവ് അല്ലേ. ഇനി ഇത് കൂടാതെ വേറെ കുറച്ച് കാറ്റഗറീസും കൂടിയും ഉണ്ട് ക്വസ്റ്റ്യൻസിന്. അതിൽ ഒന്നാമത്തെയാണ് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻ. ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യന് വളരെ നല്ലൊരു ഉദാഹരണമാണ് ഡൈവേർജൻറ്റ് ക്വസ്റ്റ്യൻ. അതായത് കുട്ടികളുടെ അഭിപ്രായം അറിയാൻ വേണ്ടി, അവരുടെ മനസ്സിൽ എന്താണ്, അവർക്ക് അതിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് എന്താണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക. അത് എന്താ പറയുക, അതിനൊരു സിംഗിൾ റൈറ്റ് ആൻസർ ഒന്നും ഉണ്ടാവില്ല, ചിലപ്പോൾ റോങ് ആയിരിക്കാം, അവരുടെ കാഴ്ചപ്പാടാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഉത്തരം ഒരിക്കലും ഡൈവേർജൻറ്റ് ക്വസ്റ്റ്യൻസിന് അല്ലെങ്കിൽ ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസിന് കുട്ടികൾ ഉത്തരം പറയുമ്പോൾ നമ്മൾ ഒരിക്കലും ഷഡ്യം പിടിക്കാൻ പാടില്ല, നമ്മുടെ മനസ്സിലുള്ള ഉത്തരമാണ് അവർ പറയേണ്ടതെന്ന്. അവരുടെ അഭിപ്രായം അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള അവരുടെ കാഴ്ചപ്പാട്, അവർക്ക് എന്താണ് തോന്നിയിട്ടുള്ളത്, അതൊക്കെയാണ് അവർ ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് ഡൈവേർജൻറ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസറായിട്ട് വരുന്നത്. ഇനി ക്ലോസ്ഡ് എൻഡഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ അതിന് വളരെയധികം ഉചിതമായിട്ടുള്ളൊരു എക്സാമ്പിളാണ് നമ്മൾ ആദ്യം പഠിച്ച കൺവേർജൻറ്റ്. അതായത് അതിനൊരു സിംഗിൾ
എന്താ പറയുക, ഒരു സിംഗിൾ റൈറ്റ് ആൻസർ ഉണ്ടായിരിക്കും. അതായിരിക്കും അതിൻ്റെ ഒരു ഫാക്റ്റ് ആയിരിക്കും, അതായിരിക്കും അതിൻ്റെ ആൻസർ. പിന്നെ ഇപ്പോൾ എന്തെങ്കിലും ഒരു ഡിസ്കഷൻ ക്ലോസ് ചെയ്യാനായിട്ട്, ഫിനിഷ് ചെയ്യാനൊക്കെ ആയിട്ട് നമുക്ക് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഉപയോഗിക്കാം. ഓക്കെ, നെക്സ്റ്റ് കാറ്റഗറിയാണ് ഹൈ ഓർഡർ ക്വസ്റ്റ്യൻസ്. ഹൈ ഓർഡർ ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ എന്താണ്, അത് കുട്ടികളിൽ അവരിതുവരെ നേടിയിട്ടുള്ള അറിവുകൾ അതൊക്കെ ഒന്ന് സമ്മപ്പ് ചെയ്യുക. അതുപോലെ തന്നെ എങ്ങനെ അത് ലൈഫ് സിറ്റുവേഷൻ, എങ്ങനെ ആ ഒരു സിറ്റുവേഷൻ നമുക്കത് ഉപയോഗിക്കാൻ പറ്റും, അങ്ങനെയൊക്കെ അവർ ചിന്തിക്കാനായിട്ട് ഹൈ ഓർഡർ ക്വസ്റ്റ്യൻസ് സഹായിക്കും. വെറുതെ അറിവ് നേടുക മാത്രമല്ല, അതെങ്ങനെ നമുക്ക് ലൈഫിൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും എന്നൊക്കെ അവർ ഈ ഹൈ ഓർഡർ ക്വസ്റ്റ്യൻസ് നമ്മൾ ചോദിക്കുന്ന വഴി അവർ ചിന്തിക്കും. അതുപോലെ തന്നെയാണ് ലോ ഓർഡർ ക്വസ്റ്റ്യൻസ്. അത് ഫാക്ച്വൽ ആൻസേഴ്സ് ആയിരിക്കും അതിനുണ്ടാവുക, ഫാക്റ്റ് ആയിരിക്കും, ഒരു സിംഗിൾ ആൻസർ ആയിരിക്കും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു എക്സാമ്പിളാണ്, ഇപ്പോൾ നമ്മൾ ചോദിക്കുകയാണ് ഫോഴ്സും മാസും തമ്മിലുള്ള റിലേഷൻ എന്താണ്. അപ്പോൾ അത് പറയുമ്പോൾ അതിനൊരു ലോ ഉണ്ട്, അപ്പോൾ അതൊരു ഫാക്റ്റാണ്, അത് ആ ഒരു ആൻസർ നമുക്ക് അങ്ങനെ പറയാം. അപ്പോൾ അത് ഒരു ലോ ഓർഡർ ക്വസ്റ്റ്യൻ ആണ്. ഇനി ഇതിനെ തന്നെ നമുക്ക് ഹൈ ഓർഡറിൽ ചോദിക്കാം. ഇപ്പോൾ ഭാരമുള്ള വസ്തുക്കളേക്കാൾ ഭാരമില്ലാത്ത വസ്തുക്കളെ നീക്കാൻ എളുപ്പമാണ്, എന്തുകൊണ്ടാണ് അങ്ങനെ എന്ന് ചോദിക്കുമ്പം അവർ ചിന്തിക്കും. അപ്പോൾ നേരിട്ട് ആ ഫാക്റ്റല്ല ഉത്തരം പറയുക, അവർ ചിന്തിച്ച് മാസ് കൂടുതലുള്ളതിന് നമ്മൾ കൂടുതൽ ഫോഴ്സ് കൊടുക്കണം, അങ്ങനെ ഒരു കൺക്ലൂഷനിൽ അവരെത്തും. അപ്പോൾ അവർ ചിന്തിക്കാനായിട്ട് ശ്രമിക്കും. അതാണ് ഹൈ ഓർഡർ ക്വസ്റ്റ്യൻസിൻ്റെ ഒരു പ്രത്യേകത. ചിന്തയിലൂടെ അവർ കൺക്ലൂഷനിലെത്താണ്. പക്ഷേ ലോ ഓർഡർ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ അതൊരു ഫാക്റ്റാണ്, അത് അങ്ങനെ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള ആൻസറായി. അപ്പോൾ ഇതൊക്കെയാണ് കാറ്റഗറീസ് ഓഫ് ക്വസ്റ്റ്യൻ. മെയിനായിട്ട് ആ 4 കാറ്റഗറീസും, പിന്നെ ഇങ്ങനെ നമുക്ക് ക്വസ്റ്റ്യൻസിനെ കാറ്റഗറൈസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി എങ്ങനെ ഒരു ഇഫക്റ്റീവ് ക്വസ്റ്റ്യനിങ് നമുക്ക് എങ്ങനെ ചെയ്യാം എന്നുള്ള അതിൻ്റെ സ്റ്റെപ്സാണ് പറയുന്നത്. ഒരു റൂള് തന്നെയുണ്ട്, അത് A+B+C എന്ന്. അതായത് എ എന്ന് പറയുമ്പം ആസ്ക് ദ ക്വസ്റ്റ്യൻ ആണ്, P ഫോർ പോസ് എ മിനിറ്റ്, C ഫോർ കോൾ എ സ്റ്റുഡൻറ്റ്. നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഒരിക്കലും നമ്മൾ ആദ്യം തന്നെ ആ ക്വസ്റ്റ്യന് ആൻസർ പറയേണ്ട സ്റ്റുഡൻറ്റ് നമ്മൾ വിളിക്കാനായിട്ട് പാടില്ല. എല്ലാ കുട്ടികളും നമ്മൾ ചോദിക്കുന്ന ആ ചോദ്യത്തെക്കുറിച്ച് ചിന്തിക്കണം. അവരുടെ മനസ്സിലൊരു എന്താ പറയുക, ഒരു ചർച്ച, ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കണം. അപ്പോൾ ചിന്തിക്കണം. അപ്പോൾ നമ്മൾ ആദ്യമേ കുട്ടീനെ സെലക്ട് ചെയ്യാതെ നമ്മൾ ആദ്യം തന്നെ ക്വസ്റ്റ്യൻ സ്റ്റേറ്റ് ചെയ്യുക, ക്ലിയർ ആയിട്ട് പറയുക. അതിനുശേഷം ഒരു മിനിറ്റ് ഒന്ന് പോസ് ചെയ്യുക. അതിനുശേഷം മാത്രം നമ്മൾ ഉത്തരം പറയേണ്ട കുട്ടീനെ പേരെടുത്ത് വിളിക്കുക. അതാണ് ഒരു റൂൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് പിന്നിലൊരു സൈക്കോളജിക്കൽ ഒരു മൂവ് കൂടി ഉണ്ട്. അതായത് ഒന്നാമത്തെ കാര്യം എല്ലാ വിദ്യാർത്ഥികളെയും നമ്മൾ പങ്കെടുപ്പിക്കുക എന്നുള്ളത്. പിന്നെയെന്ന് പറയുമ്പോൾ നമ്മളെ ലൈഫിലാണെങ്കിലും എന്ത് കാര്യം ചെയ്യുമ്പോഴും, എന്ത് കാര്യം ചെയ്യുന്നതിന് മുന്നും, റെസ്പോണ്ട് ചെയ്യുന്നതിന് മുന്നും നമ്മളൊന്ന് ചിന്തിക്കണം, നമ്മൾ പോസ് ചെയ്യണം എന്നുള്ള ഒരു കാര്യം കൂടി, ഒരു മെസ്സേജും കൂടിയാണ് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നത്. അങ്ങനെ ഒരു കാര്യം കൂടിയും ഈ ഒരു പിന്നിലുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ ബ്രീഫായിരിക്കണം, വളരെ ചുരുക്കത്തിലായിരിക്കണം, കുറേ വേർഡി ആവാനായിട്ട് പാടില്ല. പിന്നെ പെട്ടെന്ന് എളുപ്പത്തിൽ അവർക്ക് മനസ്സിലാവുന്ന തരത്തിൽ വേണം ചോദിക്കാനായിട്ട്. കൃത്യമായിരിക്കണം ക്വസ്റ്റ്യൻസ്. ചോദ്യം ചോദിക്കുമ്പോൾ വളരെ ചീർഫുള്ളായിട്ട് ചോദിക്കാനായിട്ട്, ഉന്മേഷത്തോടെ കുട്ടികളോട് ചോദ്യം ചോദിക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഇതൊക്കെയാണ് ഇഫക്റ്റീവായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിനുള്ള ടിപ്സ് എന്ന് പറയുന്നത്. പിന്നെ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ നമ്മൾ ഒഴിവാക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. അതായത് എന്തെങ്കിലും ഉദ്ദേശത്തോടു കൂടി ആയിരിക്കണം നമ്മൾ കുട്ടികളോട് ചോദ്യം ചോദിക്കാനായിട്ട്. അതായത് ഇപ്പോൾ ഒരു ആശയത്തിലേക്ക് കടക്കാനായിട്ട്. അപ്പോൾ ചോദ്യത്തിലൂടെ അപ്പോൾ അവരിൽ നിന്ന് തന്നെ നമുക്ക് ഇന്നത് വേണം, അപ്പോൾ അങ്ങനെ മറ്റൊരു ആശയത്തിലേക്ക് കടക്കാനായിട്ട്, അങ്ങനെ എന്തെങ്കിലും ഒരു പർപ്പസോട് കൂടി വേണം നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കാനായിട്ട്. അതുപോലെ തന്നെ നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ കുറേ അധികം വേർഡി ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കുക. ഭയങ്കര പ്രിസൈസ് ആയിട്ടുള്ള, ബ്രീഫായിട്ടുള്ള, എന്നാൽ പെട്ടെന്ന് അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ. അതുപോലെ തന്നെ ചോദ്യങ്ങൾ ചോദിക്കുമ്പം ചോദ്യത്തിൽ തന്നെ അതിന് ഉത്തരം അടങ്ങിയിട്ടുള്ള പോലെയുള്ള അങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കുക. അതുപോലെ എക്കോ ക്വസ്റ്റ്യൻസ്, റിപ്പീറ്റഡ് ആയിട്ടുള്ള മീനിങ് വരുന്ന ക്വസ്റ്റ്യൻസ് അങ്ങനെ ചോദിക്കാതിരിക്കുക. ഇതൊക്കെയാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ.
അതുപോലെ തന്നെ നമ്മൾ കുട്ടികളുടെ ഉത്തരങ്ങളായിട്ട് ഉത്തരങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. കുട്ടികൾ ഉത്തരം പറയുമ്പോൾ ഒരിക്കലും ഒരുമിച്ചിട്ടുള്ള ഒരു ആൻസറിങ് നമ്മൾ ചില സമയങ്ങളിൽ അത് വേണ്ടി വരും. അല്ലാത്ത സമയങ്ങളിൽ നമ്മൾ സ്പെസിഫിക് ആയിട്ട് ചോദിക്കുമ്പോൾ മാസ് ആൻസറിങ് നമ്മൾ പ്രൊമോട്ട് ചെയ്യാനായിട്ട് പാടില്ല. അതുപോലെ തന്നെ യാന്ത്രികമായിട്ട് ആൻസർ പറയുന്നൊരു രീതിയുണ്ട്. കുട്ടികൾ മനസ്സിലാക്കാതെ അതിൻ്റെ ഉള്ളിലുള്ള കാര്യം സത്ത മനസ്സിലാക്കാതെ യാന്ത്രികമായിട്ട് കാണാപ്പാഠം പഠിച്ച് പറയുന്ന ഒരു രീതി അത് നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ കുട്ടികൾക്ക് മറ്റുള്ളവർ പ്രോംപ്റ്റ് ചെയ്ത് കൊടുക്കും, സഹായിച്ചു കൊടുക്കുക. അത് നമ്മൾ സപ്പോർട്ട് ചെയ്യരുത്. അത് കുട്ടികളുടെ ഭാവിക്കും അത് ദോഷമാണ്. അവർ പഠിത്തത്തിൽ കൂടുതൽ ശ്രദ്ധിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അത് പ്രൊമോട്ട് ചെയ്യാനായിട്ട് പാടില്ല. അതുപോലെ തന്നെ ഉത്തരങ്ങൾ പറയുമ്പോൾ കുട്ടികളോട് ഉറക്കെ തന്നെ പറയാനായിട്ട് ആവശ്യപ്പെടണം, ഉറക്കെ. അപ്പോൾ അവർക്ക് അതൊരു കോൺഫിഡൻ്റ് ആയിട്ട് എന്ത് കാര്യം പറയുകയാണെങ്കിലും ഉറക്കെ പറയാമെന്നുള്ളൊരു രീതി ശീലിപ്പിക്കുക. അതുപോലെ തന്നെ ഗുഡ് ആൻസേഴ്സ്, നല്ല നല്ല ആൻസേഴ്സ് കുട്ടികൾ പറയുമ്പോൾ പല കുട്ടികളും നല്ല ആൻസറുകൾ പറയും ചോദിക്കുമ്പോൾ. നമ്മൾ പോലും വിചാരിക്കാത്ത അത്രയും മനോഹരമായിട്ടുള്ള ആൻസേഴ്സ് കുട്ടികളുടെ ഭാഗത്ത് നിന്ന് വരുമ്പം അതൊന്നും കൂടിയും അതിന് പ്രാധാന്യം നൽകുന്ന രീതിയിൽ ക്ലാസ്സിൽ അത് പറയാനായിട്ട് അവരോട് പറയണം. അപ്പോൾ ഒക്കെ കുട്ടികളിൽ ഒരു കോൺഫിഡൻസ് കൂടാനും മറ്റുള്ളവർക്ക് അതിനെക്കുറിച്ച് അറിയാനും ആ കുട്ടിയുടെ കഴിവിനെ കുറിച്ച് അതിനൊക്കെ സഹായകമാണ്. അപ്പോൾ ഇതൊക്കെയാണ് ക്വസ്റ്റ്യനിങ്ങിനെ പറ്റിയിട്ടുള്ള ഈ ക്ലാസ്സിൽ പറയുന്നത്. അപ്പോൾ ക്വസ്റ്റ്യനിങ് വളരെ നല്ലൊരു മെത്തേഡാണ് ടീച്ചിങ്ങിൽ. ചോദ്യം ചോദിക്കുന്നതിലൂടെ വളരെയധികം ഗുണങ്ങളുണ്ട്. ടീച്ചർക്ക് കുട്ടികളെ മനസ്സിലാക്കാനും കുട്ടികൾക്കാണെങ്കിലും പഠിച്ച കാര്യങ്ങൾ കുട്ടികൾ പഠിച്ച കാര്യങ്ങൾ ഒരാളുടെ മുന്നിൽ പറയാനും ഒക്കെ. അപ്പോൾ പരീക്ഷയ്ക്കൊക്കെ അത് അവർക്ക് കൂടുതലൊന്നും കൂടിയും നല്ലതായിട്ട് വരാനായിട്ട് ഒന്നും കൂടിയും നല്ലൊരു കാര്യമാണ് ക്വസ്റ്റ്യനിങ്. താങ്ക് യു.